നിങ്ങൾ റിഗ് ലെവൽ 1 ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ചാൽ ഒരു 10,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 10,000 സൗദി റിയാൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2,20,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള. അപ്പോൾ ഒരു മാസം ആകുമ്പോൾ അവരുടെ സാലറി എത്ര കാൽക്കുലേറ്റ് നോക്കണം. അപ്പം 30 × 10,560 ഒരു ദിവസത്തെ സാലറി. അപ്പോൾ ഏകദേശം 3,16,800. ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൂസ് പോലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം വേണം, നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാൻ സൗദി ഓഷോറിലാണ് വർക്ക് ചെയ്യുന്നത്, അവധിക്ക് വന്നതാണ്. അപ്പം നമ്മുടെ അവിടെ കമ്പനിക്ക് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ഫയർ ലൈൻ മാറിയിട്ട് പുതിയ ഫയർ ലൈൻ ഇടുന്നതിൻ്റെ ജോബായിരുന്നു, ഫയർ ലൈൻ്റെ വർക്കായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ഫയർ ലൈൻ്റെ പൈപ്പ് ലൈൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ നിക്കലിൻ്റെ പൈപ്പാണ് വരുന്നത്. ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ ഉണ്ട്, 4 ഇഞ്ചിൻ്റെ ഉണ്ട്, ടിഗ് വെൽഡിംഗ് ആണ് വരുന്നത്. അപ്പം നമ്മുടെ കമ്പനിക്ക് കോപ്പർ നിക്കലിൻ്റെ വെൽഡർമാരില്ലായിരുന്നു. അത് കാരണം പുറത്തുനിന്ന് സപ്ലൈക്ക് ആളെ വിളിക്കുമായിരുന്നു, ടിഗ് വെൽഡർമാരെ, കോപ്പർ നിക്കലിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള സാലറി എത്രയാണെന്ന് അറിയുമോ? ചിലർക്ക് മണിക്കൂർ 40 റിയാൽ, ചിലർക്ക് 45, ചിലർക്ക് 50. ഒരു മണിക്കൂറാണ്. അപ്പോൾ ഓഫ്ഷോർ ആയിട്ട് അവധിയില്ല, അങ്ങനെ ഓഫോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 12 മണിക്കൂറിനപ്പോൾ എത്രയാണെന്നറിയോ? 450 സൗദി റിയാൽ. അപ്പോൾ 450 സൗദി റിയാൽ ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10,560 ഇന്ത്യൻ മണി ഒരു ദിവസം സാലറിയാണ് അവർക്ക്. അപ്പോൾ 30 ദിവസം ആകുമ്പോൾ, അപ്പോൾ ഒരു മാസം ആകുമ്പോൾ അവരുടെ സാലറി എത്ര കാൽക്കുലേറ്റ് നോക്കണം. അപ്പം 30 × 10,560 ഒരു ദിവസത്തെ സാലറി. അപ്പോൾ ഏകദേശം 3,16,800 ഇന്ത്യൻ മണിയോളം വരുന്നുണ്ട്. ഒരു ടിഗ് വെൽഡർ സാലറിയാണ്. അപ്പം ഞാനിന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഒരു വിഷമം കാണും, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, ക്വാളിഫിക്കേഷൻ ഇല്ല. ഇതോർത്ത് നിങ്ങൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ട. നിങ്ങൾക്ക് ഇതുപോലെ ഏതൊരു സ്കില്ല് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നല്ല സാലറി ഏൺ ചെയ്യാൻ പറ്റും ഓയിൽ ആൻഡ് ഗ്യാസിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന സാലറി കിട്ടുന്ന ജോബുകളെ കുറിച്ചായിരുന്നു. ഓയിൽ ആൻഡ് ഗ്യാസിൽ ഉയർന്ന സാലറി കിട്ടുന്ന ജോലിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽഡിംഗ് ജോബാണ്. വെൽഡിംഗ് വെച്ചാൽ ആർക്ക് വെൽഡിംഗ് ഒക്കെ ഇല്ലേ, ആദ്യമായിട്ട് ചെല്ലുന്നവരൊക്കെ കിട്ടുന്ന ഒരു സാലറിയാണ് ഏകദേശം. ഇപ്പം ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് കാരണം സൗദി ബേസ് ചെയ്തിട്ടാണ് ഞാനത് പറയുന്നത്, ഈ സാലറിയുടെ കണക്കുകളിലൊക്കെ, സാലറിയുടെ കാര്യങ്ങളൊക്കെയും. അപ്പോൾ ഒരു വെൽഡർക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 66,000 ഇന്ത്യൻ മണി. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് സാലറി കൂടും. പിന്നെ ഓരോ കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും സാലറിയുടെ. പല കമ്പനിയും പല സാലറിയാണ് ഉള്ളത്. ഇതിപ്പം ആവറേജ് ഒരു കണക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കൂടെ പറയുന്നത്. അടുത്ത ജോബ് എന്ന് വെച്ചാൽ WPR ആണ്, വർക്ക് പെർമിറ്റ് റിസീവർ. നമുക്കിപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ പെർമിറ്റ് വേണം. ഈ പെർമിറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ WPR ആണ്. WPR ഇപ്പം അവർ അരാംകോയുടെ അപ്രൂവലും കാര്യമൊക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് +2 ഒക്കെ ഉണ്ടെങ്കിൽ കയറി പോകാൻ പറ്റും. അതുപോലെ നല്ലതായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. പിന്നെ സൈറ്റിനെ കുറിച്ച് നല്ലതായിട്ട് നോളജ് വേണം. സേഫ്റ്റിപരമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ WPR ആയിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ WPR ആയിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 4,000 സൗദി റിയാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 82,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒരു WPR ആയിട്ട് നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് വർക്ക് ചെയ്യുമ്പോൾ. അടുത്ത ജോബ് എന്ന് വെച്ചാൽ NDT ടെക്നീഷ്യൻ ആണ്. NDT ടെക്നീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വെൽഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വെൽഡിങ്ങിൽ എന്തോ കുഴപ്പമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നവരാണ് NDT ടെക്നീഷ്യന്മാർ. എന്ന് വെച്ചാൽ പൊട്ടനോ വെച്ചാൽ ക്രാക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് NDT ടെക്നീഷ്യൻ. അപ്പം NDT ടെക്നീഷ്യനും സൗദി അരാംകോയുടെ അപ്പോലും കാര്യങ്ങളൊക്കെ എടുക്കണം നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പം നിങ്ങളൊരു NDT ടെക്നീഷ്യൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 4,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 82,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ജോബ് എന്ന് വെച്ചാൽ സേഫ്റ്റി ഓഫീസറാണ്. സേഫ്റ്റി ഓഫീസറായിട്ട് നിങ്ങൾക്ക് സൗദി അരാംകോയുടെ അണ്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അരാംകോയുടെ അപ്പോലും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. പിന്നെ ഡിഗ്രി വേണം, അവിടെ മസ്റ്റായിട്ട് ഡിഗ്രി വേണം. സേഫ്റ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യണം. 5 വർഷം എക്സ്പീരിയൻസ് വേണം. പിന്നെ നിങ്ങളൊരു അപ്പോലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 6,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 6,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മണി വരുന്നൊരു 1,32,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഒരു സേഫ്റ്റി ഓഫീസറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ. അടുത്ത നമ്മുടെ ജോബാണ് സ്റ്റോർ കീപ്പർ. നമ്മളിപ്പം ഏത് ഓയിൽ ആൻഡ് ഗ്യാസ് വർക്ക് ചെയ്യാൻ പോയാലും അവിടെ ഒരു സ്റ്റോർ കീപ്പർ ഉണ്ട്. അവരാണ് സ്റ്റോറിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പുതിയ ഓർഡർ കൊടുക്കുന്നതും എല്ലാം ഈ സ്റ്റോർ കീപ്പർമാരാണ്. പിന്നെ ഈ സ്റ്റോർ കീപ്പറുടെ ക്വാളിഫിക്കേഷൻ വെച്ചാൽ ഡിഗ്രിയാണ് ചോദിക്കുന്നത് ഒരു സ്റ്റോർ കീപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഒരു 4-5 വർഷം എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഗൾഫിൽ പോകാൻ പറ്റും. സ്റ്റോർ കീപ്പറൊക്കെ ആയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സാലറി എന്ന് വെച്ചാൽ ഒരു 4,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 4,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 82,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നത്തെയാണ് അഡ്മിൻ ജോബ് എന്ന് വെച്ചാൽ. അഡ്മിൻ ജോബ് എന്ന് വെച്ചാൽ ഏത് ഓയിൽ ആൻഡ് ഗ്യാസ് പോയാലും ഒരു അഡ്മിൻ്റെ ആൾക്കാരുണ്ട്. അഡ്മിൻ്റെ ജോബ് എല്ലായിടത്തും മസ്റ്റാണ്. ഇപ്പം അഡ്മിനായിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയൊക്കെയാണ് വേണ്ടത്. പിന്നെ കമ്പ്യൂട്ടർ നോളജ് ഒക്കെ അറിഞ്ഞിരിക്കണം ഈ അഡ്മിനായിട്ട് പോകുമ്പോഴത്തേക്കും. നിങ്ങളൊരു
അഡ്മിനായിട്ട് നിങ്ങൾക്ക് പോകുമ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് കിട്ടുന്ന ഏകദേശം സാലറി വെച്ചൊരു 4000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഒരു അഡ്മിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 88,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ജോബാണ് സ്കഫോൾഡിംഗ് സൂപ്പർവൈസർ, സ്കഫോൾഡിംഗ് ഇൻസ്പെക്ടർ, അങ്ങനെയുള്ള ജോബുകൾ. നിങ്ങൾ സ്കഫോൾഡിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 വർഷം എക്സ്പീരിയൻസ് വേണം സ്കഫോൾഡറായിട്ട് വർക്ക് ചെയ്ത്. പിന്നെ നിങ്ങൾക്ക് അരാംകോയുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട് ഒരു സ്കഫോൾഡിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. നിങ്ങൾ സ്കഫോൾഡിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം, ഡ്രോയിങ് നോക്കാനൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. സ്കഫോൾഡിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സ്കഫോൾഡിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 8,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1,76,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത ചോദിച്ചാൽ ഫോർമാൻ ജോബുകളാണ്. പല പല ഫോർമാൻ ഉണ്ട്. സ്ട്രക്ചർ ഫോർമാൻ, പൈപ്പിംഗ് ഫോർമാൻ, പെയിന്റിംഗ് ഫോർമാൻ, ഇങ്ങനെ ഫോർമാൻ്റെ ജോബുകളാണ്. ഇപ്പം നിങ്ങളൊരു ഫോർമാനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം, അതുപോലെ ഡ്രോയിങ് നോക്കാൻ അറിഞ്ഞിരിക്കണം. പിന്നെ എല്ലായിടത്തും ജോലിക്ക് ആയിട്ട് എല്ലാവരെയും നിയമിക്കണം രാവിലെ. അങ്ങനെയുള്ള ജോബുകളാണ് ഫോർമാൻ ജോബുകൾ എന്ന് വെച്ചാൽ. ഇപ്പോൾ നിങ്ങളൊരു ഫോർമാനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ചൊരു 4,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 4,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 88,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സൂപ്പർവൈസർ ജോബുകളാണ്. സൂപ്പർവൈസർ എന്ന് വെച്ചാൽ സ്ട്രക്ചറൽ സൂപ്പർവൈസറെ, പൈപ്പിംഗ് സൂപ്പർവൈസറെ, പെയിന്റിംഗ് സൂപ്പർവൈസറെ, അങ്ങനെ കുറേ സൂപ്പർവൈസർ ജോബുകളുണ്ട്. നിങ്ങളൊരു സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോർമാനായിട്ടൊരു 4-5 വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾക്ക് സൂപ്പർവൈസറായിട്ട് ജോബ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പിന്നെ ബിടെക്കാർക്ക് ഡയറക്റ്റായിട്ട് സൂപ്പർവൈസറായിട്ട് ജോബ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു സൂപ്പർവൈസറായിട്ട് നിങ്ങൾക്ക് നല്ല കമാൻഡിംഗ് പവർ വേണം എന്ന് വെച്ചാൽ എല്ലാവരെയും ജോലിക്കായിട്ട് എല്ലായിടത്തും നിയമിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇംഗ്ലീഷ് നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം, അതുപോലെ ഡ്രോയിങ് നോക്കാൻ അറിഞ്ഞിരിക്കണം, എന്ത് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സാലറി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 6,000 സൗദി റിയാൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 6,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1,32,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത നമ്മുടെ ജോബ് എന്ന് വെച്ചാൽ റിഗ്ഗർ ലെവൽ 3 ആണ്. ഞാൻ നോക്കിയിട്ട് സൗദിയിൽ ഏറ്റവും കൂടുതൽ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ജോബാണ് റിഗ്ഗർ. നിങ്ങളൊരു റിഗ്ഗർ ലെവൽ 3 ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം റിഗ്ഗറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഗ്ഗർ ലെവൽ 3 ആയിട്ട് ജോബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റിഗ്ഗർ ലെവൽ 3 ആയിട്ട് നിങ്ങൾക്ക് അരാംകോയുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ റിഗ്ഗർ ലെവൽ 3 ആയിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുത്ത സാലറി വെച്ചാൽ ഏകദേശം ഒരു 4,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 4,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 88,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ സാലറിയൊക്കെ പല കമ്പനിയും പല സാലറിയാണ് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം കണക്കാണ് ഇപ്പോൾ ഈ വീഡിയോ കൂടെ പറയുന്നത്. അടുത്ത ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്ഗർ ലെവൽ 2 ആണ്. റിഗ്ഗർ ലെവൽ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്ഗർ ലെവൽ 1 ആയിട്ട് നിങ്ങൾ ഒരു വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ റിഗ്ഗർ ലെവൽ 2ന്റെ എക്സാം ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിനും അരാംകോയുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. നിങ്ങൾ റിഗ്ഗർ ലെവൽ 2 ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 6,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1,32,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് റിഗ്ഗർ ലെവൽ 2 ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. അടുത്ത ജോബാണ് റിഗ്ഗർ ലെവൽ 1. നിങ്ങൾ റിഗ്ഗർ ലെവൽ 2 ആയിട്ട് നിങ്ങൾ ഒരു വർഷം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് റിഗ്ഗർ ലെവൽ 1 ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിനും അരാംകോയുടെ അപ്രൂവലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. റിഗ്ഗർ ലെവൽ 1 ആണ് അവിടുത്തെ ലിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ഫുൾ നോക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പുള്ളിയാണ് അതിൻ്റെ മെയിൻ ഉത്തരവാദിത്തം വരുന്നത്. റിഗ്ഗർ ലെവൽ 1 ആണ്. നിങ്ങൾ റിഗ്ഗർ ലെവൽ 1 ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ചാൽ ഒരു 10,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 10,000 സൗദി റിയാൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2,20,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ റിഗ്ഗർ ലെവൽ 1 ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. പിന്നെയുള്ള ജോബ് എന്ന് വെച്ചാൽ പെയിൻറ്റിങ് ജോബാണ്. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കി ഈ പെയിൻറ്റിങ് ജോബ് ഇത്ര വലിയ ജോബാണെന്ന്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻറ്ററായിട്ട് സൗദി അരാംകോയുടെ അണ്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവരെ അപ്രൂവലും കാര്യങ്ങളൊക്കെ എടുക്കണം. പെയിൻറ്ററായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങളൊരു പെയിൻറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം കിട്ടുന്ന സാലറി എന്ന് വെച്ചാൽ ഏകദേശം ഒരു 3,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 66,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളൊരു പെയിൻറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. പിന്നെയുള്ള ജോബാണ് സാൻഡ് ബ്ലാസ്റ്റർ. സാൻഡ് ബ്ലാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ നിങ്ങൾക്ക് സാൻഡ് ബ്ലാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അരാംകോയുടെ അപ്രൂവലും കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഈ സാൻഡ് ബ്ലാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സാൻഡ് ബ്ലാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 66,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളൊരു സാൻഡ് ബ്ലാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. അടുത്ത നമ്മുടെ ലാസ്റ്റ് ജോബാണ് ക്രെയിൻ ഓപ്പറേറ്റർ. ക്രെയിൻ ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് എവിടെ ചെയ്താലും ജോലി സാധ്യതയുള്ളൊരു ജോബാണ് ക്രെയിൻ ഓപ്പറേറ്റർ. നിങ്ങളൊരു ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5,000 സൗദി റിയാൽ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 5,000 സൗദി റിയാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1,10,000 ഇന്ത്യൻ മണി വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ സാലറിയൊക്കെ 12 മണിക്കൂറിൻ്റെ സാലറിയാണ് പറഞ്ഞിരിക്കുന്നത്, 8 മണിക്കൂറിൻ്റെ അല്ല, ഓവർ ടൈം കൂട്ടിയുള്ള സാലറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.